ഇപ്പോൾ അട്ടക്കുളങ്ങരയിൽ നിന്ന് ശ്രീനിത കൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. കൂരായണം പറഞ്ഞു പരിചയമുള്ള സഹോദരിയാണ് ശ്രീനിത. എന്നാൽ ശ്രീനിത ഈ ആറ്റുകാൽ പൊങ്കാല കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ ശ്രീനിത, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. എല്ലാ കണ്ണുകളും എല്ലാ ചിന്തകളും ആറ്റുകാലിലേക്കാണ് നീണ്ടുപോകുന്നത്. ചേച്ചിമാരൊക്കെ റെഡിയാണ് പൊങ്കാല ഇടാനായിട്ട്. നമുക്ക് രാവിലെ കുറച്ച് ആശങ്കയുണ്ടായിരുന്നു, മഴക്കാർ കണ്ടപ്പോൾ ഇനി മഴ പെയ്യോ എന്നുള്ളത് ഒരു ആശങ്കയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു 7 മണി സമയത്ത് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 മണിക്കൂർ കഴിയുന്നു, ആകാശമൊക്കെ തെളിഞ്ഞു, എല്ലാവരുടെയും മുഖം തെളിഞ്ഞു, എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ട് ഭാഗത്തേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നല്ല തിരക്കുണ്ട്. ചേച്ചിമാരൊക്കെ ബാക്കി അടുപ്പിൽ കലം വെച്ച് വെള്ളം വെച്ച് കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി. ഇനി ഒരു 1.5 മണിക്കൂർ പോലും ഇല്ല പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരാൻ. ഒരു 1.5 മണിക്കൂർ പോലും ഇല്ല. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കഠിന വ്രതമെടുത്ത് വന്ന നമ്മൾ വളരെ കാത്തിരുന്ന ഒരാൾ ചിപ്പിയാണ് നമ്മുടെ ഈ ലൈവിൽ സംസാരിക്കാൻ. അപ്പോൾ പ്രവിത ലക്ഷ്മിക്കൊപ്പം ചിപ്പി ചേരുന്നു. പ്രവിത, നമ്മുടെ ചിപ്പിയോട് എൻ്റെ ഒരു അന്വേഷണം പറയുക. പൊങ്കാലയൊക്കെ ശരിക്കിട്ട് സായുജ്യം അടയണമെന്ന് ഞാൻ പറഞ്ഞേക്കുക. ഓക്കെ. ചേച്ചി SKN ശ്രീകണ്ഠൻ സാറ് പറയുന്നു ചേച്ചിയുടെ പ്രത്യേകം അന്വേഷണം പറയാൻ. ഒപ്പം തന്നെ നമ്മുടെ നിരവധി പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, ചിപ്പി ചേച്ചിയെയും കൂടി കണ്ടാലേ പൊങ്കാല പൂർണ്ണമാകുമെന്നാണ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു എല്ലാ വർഷവും വരുന്നുണ്ടായിരിക്കും. പിന്നെ ആവശ്യത്തിലധികം ട്രോളുകൾ വരാറുണ്ട്. അല്ല, ട്രോളെല്ലാം മാറ്റി വെച്ചാൽ വലിയ അതാണ് ചിപ്പി ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക ഇപ്പോൾ വന്നിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത്, ഇപ്പം ട്രോളൊക്കെ ഒരു ഭാഗത്ത്, പക്ഷെ അത്രയധികം വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ എല്ലാ വർഷവും വരുന്നത്. അപ്പം കുട്ടിക്കാലം മുതലുള്ള ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അതെ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ സ്കൂൾ ഡേയ്സ് തൊട്ട് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ അമ്മയുടെ കൂടെ വരുമായിരുന്നു. പിന്നെ ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ തന്നെ ഇടുന്നുണ്ട്. അപ്പം ഓരോ വർഷവും ഈ പറഞ്ഞ പോലെ, എന്നാലും നമുക്ക് ഓരോ വർഷം വരുമ്പോഴും ആദ്യമായിട്ട് ഇടുന്ന പോലെ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് അതെ. അതോടൊപ്പം എന്താണ് ഇത്തവണത്തെ നൈവേദ്യം? എന്താണ്? പായസം, പയറ് നിവേദ്യമുണ്ട്, വെള്ളച്ചോറ്. ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പം ഇത്തവണ പറയുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ്, ഓൾറെഡി അലേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിനെയൊക്കെ വകവയ്ക്കാതെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചേച്ചി ഉൾപ്പെടെയുള്ള മറ്റുള്ളവരും ഒക്കെ പൊങ്കാല അർപ്പിക്കുന്നത്. അത്രത്തോളം ഭക്തി നിർഭരമാണ് അല്ലേ? ഇതൊന്നും അറിയില്ല. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇതിപ്പോൾ ഇവരിവിടെ മേളിലൊരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അത് നമ്മളത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും വെയിലായതുകൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ആശ്വാസം. പക്ഷെ എന്നാലും നമ്മൾ അത് വകവയ്ക്കുന്നില്ല. അതിപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ വരും എന്നുള്ളതാണ്. സാധാരണ തിരുവനന്തപുരത്തുകാർക്ക് പൊങ്കാല ഒരു ആഘോഷമാണ്, ഓണത്തേക്കാൾ വലിയ ആഘോഷമാണല്ലോ. അപ്പോൾ ഈ നഗരത്തിന് ചുറ്റും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇത്തരത്തിൽ ഇടാനായി എത്തുന്നുണ്ട്. ഇപ്പോൾ ചേച്ചിയുടെ വീടും തിരുവനന്തപുരത്താണല്ലോ ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത്. വീട്ടിലിടാതെ എന്താ ഇങ്ങോട്ടേക്ക് വരാൻ കാര്യം? ഞാൻ ജനിച്ച് വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പൊങ്കാലയുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ക്ഷേത്രത്തിൻ്റെ ഇത്രയും അടുത്ത് ഇടാനൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്ന് ഇടുന്ന പോലെ അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അതുകൊണ്ട് അതാണ് SKN. അപ്പോൾ SKN പ്രത്യേകം ആറ്റുകാൽ പൊങ്കാല ആശംസയും കൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. അതാണ് SKN. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. ഒരുപാട് പേര് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ചിപ്പി ചേച്ചി എവിടെയെന്ന്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊങ്കാല ഇടാൻ എത്തുന്ന ഓരോരുത്തരും അത് ഒരു തവണ ഇട്ട് കഴിയുമ്പോൾ പിന്നെയും ഇടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. അത് ഭക്തിയുടെ മറ്റൊരു തലമാണ്. വലിയ പരിചിതയാണ് ജലജ. അപ്പം നമ്മുടെ വേനൽ പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച് ജലജയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ നോക്കിക്കോളൂ. തീർച്ചയായിട്ടും SKN. എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ നമുക്ക് അതിൽ ജലജയിലേക്ക് എത്താം എന്ന് തോന്നുന്നു. ഇപ്പോൾ അല്പം ബിസിയാണ്, അതുകൊണ്ട് നമുക്കത് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ കരുതുന്നു SKN. താങ്ക് യു പ്രവിത ലക്ഷ്മി.